ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുകയാണ്. 13 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി SIT സംഘം പുറത്തേക്ക്. ആദ്യം പത്തനംതിട്ട AR ക്യാമ്പിലേക്കാണ് കൊണ്ടുപോവുക. അവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക്. നിയമത്തിന്റെ മുമ്പിൽ വരും. തന്നെ കുടുക്കിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ച നിർണായകമായ പ്രതികരണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തുന്നത്. അപ്പോൾ ഈ തട്ടിപ്പിൽ, ഈ സ്വർണ്ണമോഷണത്തിൽ കൂടുതൽ പേർക്ക് പങ്കാളിത്തമുണ്ടെന്ന് വ്യക്തമാകുന്ന ഉണ്ണികൃഷ്ണൻ കോടതിയിലും സംഘത്തിന് മുന്നിലും പറഞ്ഞിട്ടുണ്ടാകാം. തന്നെ കുടുക്കിയവർ എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്. തന്നെ കുടുക്കിയവർ നിയമത്തിന് മുന്നിൽ വരുമെന്നാണ്. ഒരുപക്ഷെ ഈ ഗൂഢാലോചന അത് ദേവസ്വം ബോർഡ്, ഭരണസമിതി, അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് എത്തുമോ എന്നതാണ്. ഏതായാലും സ്വർണം മോഷണം തന്നെ കുടുക്കിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വാഹനത്തിലേക്ക് കയറിയിരിക്കുന്നത്. പോലീസ് ബന്ദോബസ്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഇയാളെ വാഹനത്തിലേക്ക് കയറ്റുകയായിരുന്നു. ഇപ്പോൾ പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് പോറ്റിയെ കൊണ്ടുപോയിരിക്കുകയാണ്. പോറ്റിയുമായിട്ടുള്ള വാഹനം പോയിരിക്കുന്നു. ഇപ്പോൾ 40 മിനിറ്റ് കോടതിക്കകത്ത് നിർന്ന രഹസ്യമായ നടപടിക്രമങ്ങൾ, അതിനുശേഷം പോറ്റിക്ക് അഭിഭാഷകരുമായി സംസാരിക്കാനെടുത്ത സമയം, അതിനുശേഷമാണ് ഇപ്പോൾ പോറ്റിയെ പുറത്തേക്ക് കൊണ്ടുവന്നത്. ആ വരികൾ ഇതാണ്: തന്നെ കുടുക്കിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. അതായത് കൂട്ടുപ്രതികൾ ഉണ്ട്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയേക്കാൾ വലിയ പിഴവ് വരുത്തിയവരാണോ, മോഷണം നടത്തിയതിൽ അതിന് ഗൂഢാലോചന നടത്തിയത് വേറെ ആരെങ്കിലും ആണോ എന്നതടക്കമുള്ള തെളിവുകൾ വരാനിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുകളിൽ ആരൊക്കെ എന്നുള്ളതാണ് അറിയേണ്ടത്. അങ്ങനെയുള്ള പേരുകളാണോ, ഏതൊക്കെ പേരുകൾ പുറത്തേക്ക് വരും? പ്രധാനപ്പെട്ട കാര്യമാണിപ്പോൾ പോറ്റി പറഞ്ഞിട്ട് പോയിരിക്കുന്നത്. അതിൽ ഒരു മുന്നറിയിപ്പിന്റെ സ്വരമുണ്ട് എന്നുള്ളതാണ്.